ചങ്ങായിമാരെ, നമ്മളെ നാളെ ചാണക സംഖ്യയുടെ അവസ്ഥയുണ്ടല്ല, ഓരോ ദിവസം കഴിയുന്നതിനാ ദയനീയമായി കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാളെ ചാണക സംഖ്യയുണ്ടല്ല, ഭ്രാന്ത് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ നാളെ ചാണക സംഖ്യയുടെ സ്ഥിരം പരിപാടി എന്താണെന്നറിയാം? ഏതെങ്കിലും ഒരു മുസ്ലിം യുവതി ഉണ്ടല്ല, മാന്യമായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ പോയിട്ട് വൃത്തികെട്ട കമന്റുകളാണ് നമ്മളെ നാളെ ചാണക സംഖ്യയുടെ സ്ഥിരം പരിപാടി. അതായത് മുസ്ലിം യുവതികളുടെ വീടിന്റെ അടിയിൽ പോയിട്ട് അവരുടെ വസ്ത്രത്തെയും അവരുടെ മതത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകളാണ് ചാണക സംഖ്യയുടെ ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെയുള്ള ഒരു ചാണക സംഖ്യയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. ആ ചാണക സംഖ്യ ഉണ്ടല്ലോ, ലിൻഷിന എന്ന പേരുള്ള ഒരു മുസ്ലിം യുവതിയുണ്ട്. മാന്യമായി വസ്ത്രം ധരിച്ച് മാന്യമായി വീഡിയോ മാത്രമേ അവർ ചെയ്യാറുള്ളൂ. ആ പാവം മുസ്ലിം യുവതിയുടെ വീടിന്റെ അടിയിൽ പോയിട്ട് ആ ചാണക സംഖ്യ ഉണ്ടല്ലോ ഒരു വൃത്തികെട്ട കമന്റ് ഇട്ട്. ആ കമന്റ് ഇങ്ങനെയാണ്: നീയൊക്കെയുണ്ടല്ലോ പെറ്റുകൂട്ടാൻ മാത്രം വിധിച്ചവരാണെന്നാണ് ചാണക സംഖ്യ ആ വീടിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇട്ടത്. ഒരുപാട് വേദനയോട് കൂടിയാണെങ്കിലും ലിൻഷിന എന്ന പേരുള്ള മുസ്ലിം യുവതി ഉണ്ടല്ലോ, ആ ചാണക സംഖ്യക്ക് അടിപൊളി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ചാണക സംഖ്യക്ക് ലിൻഷിന കൊടുത്ത അടിപൊളി മറുപടിക്കൊക്കെ അതിനുശേഷം ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മാത്രം വിധിക്കപ്പെട്ട താത്ത എന്റെ ഒരു വീഡിയോന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണിത്. അപ്പൊ ഇതുപോലെയുള്ള പല കമന്റുകളും ഇപ്പൊ എന്റെ തട്ടം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പല കമന്റുകളും എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാനതൊക്കെ തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളയാറാണ് പതിവ്. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അവർക്കുള്ളൊരു കുഞ്ഞു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ്, പ്രസവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട താത്ത. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. അത് പ്രസവിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു കുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ കമന്റ് ഇടുന്ന ആളുകളുടെ അമ്മമാരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ജീവൻ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ കൂടെ തന്നെ എന്റെ കരിയർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാൻസർ നാനോ മെക്കാനോ ബയോളജിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലെ 5ാം വർഷ റിസർച്ച് സ്കോളറാണ്. അതിന് കൂടെ തന്നെ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ബറോൺ കോളേജുകളിൽ ഒന്നായിട്ടുള്ള ഫറൂഖ് കോളേജില് ഞാൻ കോൺട്രാക്ട് ബേസിസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു തുണി തലയിലിടുന്ന ഈ തുണിയാണ് പ്രശ്നമെങ്കിൽ ഇത് ആരും ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഇടിയിക്കുന്നതല്ല. അങ്ങനെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ ഈ സാധനം തലയിൽ ഇടൂല്ല. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇത് ഇടാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അല്ല ഞങ്ങളുടേത്. ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അപമാനിക്കാനല്ല. ഇസ്ലാം ഹോണേർഡ് ഈച്ച് വുമൺ ആസ് മദേഴ്സ്, തിങ്കേഴ്സ്, ലീഡേഴ്സ് ആൻഡ് ഹ്യൂമൻസ്. കരിയർ ബിൽഡ് ചെയ്യാനും ഡ്രീം ചേസ് ചെയ്യാനും ഹോം മേക്കർ ആവാനും എഡ്യൂക്കേറ്റഡ് വുമൺ ആവാനും സ്ട്രോങ് ലീഡർ ആവാനും എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ട്. ഇതുപോലെ ഞങ്ങളെ സൈലൻസ് ചെയ്യിക്കാനുള്ള ഓരോ കമന്റുകളും ഞങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതുപോലെയുള്ള ഹെയ്റ്റ് കമന്റ്സ് ഇടുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ലോകമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴും പെൺകുട്ടികളെ പുറത്തു വിടാത്തത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അങ്ങനെ പെൺകുട്ടികളെ പുറത്തു വിടാത്ത ഫാമിലി ഉണ്ടെങ്കിൽ അതൊരു മതത്തിന്റെ പ്രശ്നമല്ല, അത് ജസ്റ്റ് ആ ഫാമിലിന്റെ പ്രശ്നമാണ്. അപ്പൊ എന്റെ പേജിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണാം. ഞാൻ എങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത് എന്ന് കാണാം. അതിൽ ഇങ്ങനത്തെ ഒരു കമന്റ് ഇടുന്ന ഒരാവശ്യവും ഇല്ല. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ആ കമന്റിട്ട വൃത്തികെട്ട ചാണക സംഖ്യ പിന്നെ അമ്മ പ്രസവിച്ചതല്ലോ, അവരുണ്ടല്ലോ സ്വയംഭൂവായിട്ട് ഈ ഭൂമിയിൽ അങ്ങ് ഉണ്ടായതാണല്ലോ. അതായത് പിതാവിനെ അറിയാത്ത ഒരു ചാണക സംഖ്യ അവനെന്ന് അവന്റെ കമന്റ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ പൊന്നു പെങ്ങളെ, മാന്യമായി വസന്തരിക്കുന്നവരും വിദ്യാഭ്യാസം ഉള്ളവരെയൊക്കെ ഉണ്ടല്ല ഈ ചാണക സംഖ്യക്ക് കണ്ണ് കണ്ടുകൂടാ. അവർക്ക് ഇഷ്ടം ആരെയാണെന്നറിയോ? ഈ ചാണകത്തിൽ വീണ ഈ ചാണകം മണക്കുന്ന ടീംസില്ലേ അവരെയും പിന്നെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ടീമില്ലേ അവരെയാണ് ഈ ചാണക സംഖ്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ പെങ്ങളോട് ഈ ചാണക സംഖ്യക്ക് പ്രത്യേകം ദേഷ്യം വരാൻ കാരണം എന്നറിയാം? നിങ്ങളുണ്ടല്ലോ മാന്യമായി വസന്തരിച്ചാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ചാണക സംഖ്യകൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഉണ്ടല്ല പെങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ആ ചാണക സംഖ്യ തീരെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പെങ്ങളോട് ഈ ചാണക സംഖ്യക്ക് ഉണ്ടല്ല പ്രത്യേകിച്ച് ദേഷ്യം വരാൻ കാരണം. ഈ ചാണക സംഖ്യക്കുണ്ടല്ല അവന്റെയൊക്കെ വീട്ടിലുള്ളവരുണ്ടല്ല അവരെയും ആ വൃത്തികെട്ട കണ്ടുകൊണ്ട് തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെയുള്ള വൃത്തികെട്ടന്മാരെടുക്കുന്നുണ്ടല്ലോ മാന്യമായ ഒരു കമന്റ് ഉണ്ടല്ലോ ആരും പ്രതീക്ഷിക്കണ്ട. നിങ്ങളൊക്കെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുണിയില്ലാതെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ വീഡിയോ ഒക്കെ താഴെയുണ്ടല്ലോ ഈ ചാണക സംഖ്യകൾ പോയിട്ട് നല്ല പോസിറ്റീവായ കമന്റ് ആയിരിക്കും ഇടുന്നുണ്ടാവുക. അതായത് ആ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ വാവ് സൂപ്പർ അടിപൊളി ഇനിയും പോരട്ടെ എന്ന് കമന്റ് ഇടുന്നത് മൊത്തം ഈ ചാണക സംഖ്യകളായിരിക്കും. അതായത് തുണിയില്ലാതെ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത് മൊത്തം ഈ ചാണക സംഖ്യകളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചാണക സംഖ്യ ഉണ്ടല്ലോ മാന്യമായി വസന്തരിച്ച് മാന്യമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ല തീരെ കണ്ടുകൂടാത്തത്. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ഹിന്ദു യുവതിയുടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ആ ഹിന്ദു യുവതി ഉണ്ടല്ലോ മുസ്ലിം സമുദായത്തെ നല്ലത് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചെന്നും ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഓടിച്ചു വിടണം എന്നിവര് ലക്ഷ്യം വെച്ച
ഞാൻ ദിവസവും കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നത്, ഞാൻ വാങ്ങിക്കുന്ന കടയൊക്കെ ഇസ്ലാം സഹോദരങ്ങളുടേതാ. അല്ലാതെ ഞാനിങ്ങനെ തെരഞ്ഞു പോകാറില്ല. ഇത് ഹിന്ദുവിന്റെ കട, എന്നാ പിന്നെ അവിടുന്ന് വാങ്ങിക്കളയാം എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമ്മൾ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഇത് ജോസ് ആലുക്കാസ്, ഇയാള് ക്രിസ്ത്യാനിയാ, എന്നാ പിന്നെ അവിടുന്ന് വാങ്ങുന്നില്ല, ഇപ്പുറത്തുള്ള മുസ്ലിമിന്റെ കടയിൽ നിന്ന് വാങ്ങാ എന്ന് നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ഏത് കടയിലും കയറും, നമ്മുടെ സൗകര്യമാണത്. അല്ലാതെ അതിലൊന്നും ജാതിയും മതവും തിരഞ്ഞു നോക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഒന്നും മനസ്സിലില്ല. അങ്ങനെ ഇല്ലാതെ ഒരുമയോട് ജീവിക്കുന്ന നമ്മളോട് നിങ്ങളെ ഞങ്ങളങ്ങ് ഓരോ കഷ്ണം കഷ്ണമാക്കി കളയാമെന്നാ വിചാരിക്കുന്നത്. നടക്കുന്ന വല്ല കാര്യവും പറയണ്ടേ? ഇവർക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അധികാരമാണ് അവരുടെ ലക്ഷ്യം. ഈ അധികാരം നിലനിർത്താൻ എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും എല്ലാ കാലവും ചെയ്തുകൊണ്ടിരുന്നത് ഇതാ, ഭിന്നിപ്പിക്കുക, പല പേരിൽ ഭിന്നിപ്പിക്കുക. ഇത്രയും ധൈര്യത്തോടു കൂടി സത്യം വിളിച്ചു പറഞ്ഞ ആ ഹിന്ദു യുവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാം? ആ വീഡിയോന്റെ താഴെ ഉണ്ടല്ല, ചാണക സംഖ്യ വന്നിട്ട് പൂരത്തെറി വിളിയാണ്. ആ ചാണക സംഖ്യ വന്നിട്ട് ഈ സ്ത്രീയെ വിളിച്ച തെറി ഉണ്ടല്ല, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കഴിയില്ല. അത്രയും വൃത്തികെട്ട തെറിയാണ് ചാണക സംഖ്യ വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാം? ഈ സ്ത്രീ ഉണ്ടല്ലോ എവിടെയോ പ്രസംഗിച്ച ഒരു കാര്യം ഇത്, ആ പ്രസംഗമുള്ള വേറെ ആരോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത്. പക്ഷെ ഈ ചാണക സംഖ്യയുടെ വിചാരം എന്നറിയാം, ആ അക്കൗണ്ട് ഉണ്ടല്ല, ഈ സ്ത്രീയുടെ അക്കൗണ്ടാന്ന് പറഞ്ഞാൽ ചാണക സംഖ്യ അതിലുണ്ടല്ല പൂരത്തെറി വിളിക്കുന്നത്. എന്തിനാ പോസ്റ്റ് ഇട്ട ആളുണ്ടല്ല, അയാളുണ്ടല്ല പേഴ്സണൽ മെസ്സേജിലൂടെ വരെ ഈ ചാണക സംഖ്യ ഉണ്ടല്ല, ആ സ്ത്രീയാന്ന് വെച്ചിട്ട് പൂരത്തെറി വിളിയാണ്. ഇത്രയും ബോധവും ഇല്ലാത്ത ചാണക സംഖ്യ ഉണ്ടല്ല എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം എന്നറിയാം, ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ട് ആ ചാണക സംഖ്യ ഉണ്ടല്ല ഇങ്ങനെ കുരുപൊട്ടിച്ച് ഇല്ലാതാക്കുക. അത് മാത്രമേ അവരോട് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. മുസ്ലിങ്ങളെ കടയിൽ പോയിട്ട് ഒന്നും വാങ്ങാൻ പാടില്ലെന്ന് ഈ ചാണക സംഖ്യ ഉണ്ടല്ല, അവർ 99% ഉണ്ടല്ല ബീഫും പൊറോട്ടയും കഴിക്കുന്നത് ആരുടെ ഹോട്ടലെന്നറിയാം? മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറ്റിട്ടാണ് ആ ചാണക സംഖ്യ ഉണ്ടല്ല ബീഫും പൊറോട്ടയും കഴിക്കുന്നത്. കാരണം നല്ല ടേസ്റ്റ് ഉള്ള ബീഫും പൊറോട്ടയും കിട്ടണമെങ്കിണ്ടല്ല മുസ്ലിങ്ങളുടെ കടയിൽ തന്നെ പോകണം. അങ്ങനെ മുസ്ലിങ്ങളുടെ കടയിൽ പോയിട്ട് നല്ല ബീഫും പൊറോട്ടയും മണ അടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ചാണക സംഖ്യ ഉണ്ടല്ല സോഷ്യൽ മീഡിയ പറയുന്നത് മുസ്ലിങ്ങളുടെ കടയിൽ പോയിട്ട് ഒന്നും വാങ്ങാൻ പാടില്ല എന്ന്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ നാളെ ചാണക സംഖ്യ ഉണ്ടല്ല കുരു നല്ലോണം പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഹിന്ദുവായ ഒരു നഴ്സറി ടീച്ചർ ഉണ്ടല്ല, അവിടെ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയെ യാത്ര പോകുമ്പോൾ ചെല്ലണ്ട ഒരു മുസ്ലിം പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ. അതായത് ഹിന്ദുവായ ഒരു ടീച്ചർ ഉണ്ടല്ല, ഒരു മുസ്ലിം കുട്ടിയെ മുസ്ലിം പ്രാർത്ഥന പഠിപ്പിക്കുന്ന അതിമനോഹരമായ വീഡിയോ. ഈ വീഡിയോ കാണുമ്പോഴല്ല നമ്മളെ സംഖ്യ കുരു നല്ലോണം പൊട്ടും, ഒരു 1.5 പൊട്ടൽ പൊട്ടും. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സുബ്ഹാന ചൊല്ലാം. സുബ്ഹാനല്ലദീ സഹർ ലനാ ആദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇനാ ഇലാ റബ്ബിനാ ലമുൽ കലിബൂൻ. എത്ര മനോഹരമായ വീഡിയോ ആണിത്. ഈ വീഡിയോന്റെ ഇടയിലുള്ള കമന്റുകൾ 99% ഉണ്ടല്ല മുസ്ലിങ്ങൾ തന്നെയാണ്. ആ കമന്റുകളൊക്കെ എന്താണെന്ന് അറിയാം? ടീച്ചറെ മുസ്ലിമായി എനിക്ക് പോലും ഉണ്ടല്ല ഈ പ്രാർത്ഥന ഇത്രയും കൃത്യമായിട്ട് അറിയില്ലാന്ന് ആ കമന്റുകളിൽ 99%. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ല ഒരു മുസ്ലിം കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറെ നിങ്ങളെ നമിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. സ്വപ്ന എന്നാണ് ആ ടീച്ചറുടെ പേര്. ഇതാണ് അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ട്. ഈ അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഈ വീഡിയോന്റെ ഇടയിലുള്ള എല്ലാ കമന്റും കാണാൻ പറ്റും. ഇനി ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്ന ചാണക സംഖ്യയോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ പോയി തെറി വിളിക്കേണ്ടത് ആരാന്നറിയാം? കുറെ എണ്ണുണ്ട്, കുറെ ചാണക സംഘിനികള്, കുലസ്ത്രീകള്, വൃത്തികേടും വർഗീയതയും മാത്രം പറഞ്ഞ കുലസ്ത്രീകൾ. അവരെ അക്കൗണ്ട് പോയിട്ടാണ് ചാണക സംഖ്യകളെ നിങ്ങൾ തെറി വിളിക്കേണ്ടത്. കാരണം അവരാണ് ഹിന്ദുക്കളെ പറയിപ്പിക്കുന്നത്. അതായത് വിശകലമാടും ലസിത പാലക്കലും പിന്നെ ലക്ഷ്മി കോണത്തിലെ ആ കോണത്തിനൊക്കെ പോയിട്ടാണ് നിങ്ങൾ തെറി വിളിക്കേണ്ടത്. അതായത് നീയൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന തെറിയില്ല, ആ ചാണക സംഖ്യകളാ ആ കുലസ്ത്രീകളാണ് പോയി വിളിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ വൃത്തികെട്ട കമന്റ് ആ ചാണക സംഖ്യക്ക് വയറു നിറയെ കൊടുത്ത ലിൻസിന എന്ന മുസ്ലിം സഹോദരിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.